ജേർണലിസം സ്റ്റുഡൻസ് ആണെന്ന് വിചാരിച്ചിട്ട് വേറെ പത്രമൊന്നും ഹോസ്റ്റലിൽ ഇനി പറക്കാൻ പറ്റില്ല. വേണമെങ്കിൽ ഡേ സ്കോളേഴ്സിനോട് പറഞ്ഞാൽ മതി പത്രം കൊണ്ടുവരാൻ. അവർ കൊണ്ടുവരുമ്പോഴേ വായിച്ചാൽ മതി കേട്ടോ. ക്ലാസ്സിലിരുന്നിട്ട് അസൈൻമെൻറ്റ് ചെയ്യാനോ പുറത്തു പോകണം. ഇതായി ലെറ്റർ. ഇതിൽ HODയുടെ സിഗ്നേച്ചർ, അസൈൻമെൻറ്റ് തന്ന മാഷിൻ്റെ സിഗ്നേച്ചർ, ഹോസ്റ്റൽ വാർഡൻ്റെ സിഗ്നേച്ചർ, പാരൻസിൻ്റെ സിഗ്നേച്ചർ, ഇവരൊക്കെ സൈൻ ഇട്ടിട്ട് കൊണ്ടുവന്ന് തരും കേട്ടോ. പാരൻസിൻ്റെ സൈൻ കിട്ടാൻ വീട്ടിൽ പോകണമെങ്കിൽ ഇതാ ഇതിൽ ഹോസ്റ്റൽ വാർഡൻ്റെ സിഗ്നേച്ചർ, HODയുടെ സിഗ്നേച്ചർ, ക്ലാസ് മാഷിൻ്റെ സിഗ്നേച്ചർ, ഇതൊക്കെ ഇട്ടിട്ട് കൊണ്ടുവന്ന് തരും. എന്നാൽ പോകണം. സുകന്യ ഒരു പയ്യൻ്റെ കൂടെ അവിടെ ക്യാൻറ്റീൻ്റെ അവിടെ നിന്ന് സംസാരിക്കുന്ന കണ്ടുല്ലോ. നിങ്ങൾ 1 ഹാൻഡ് ഡിസ്റ്റൻസിലല്ലായിരുന്നു. ഞാൻ പാരൻസിനെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവർ വന്നിട്ട് സംസാരിച്ചിട്ട് ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടോ. ഹോസ്റ്റൽ റൂമിൻ്റെ പുറത്തിറങ്ങുമ്പോൾ ഷോൾ ഇടണം നിങ്ങൾക്ക് അറിയില്ലേ? ഇതൊക്കെ റൂൾസാണ്. വെള്ളം നിറയ്ക്കാൻ പോവുകയാണെങ്കിലും ഷോൾ ഇടണം. ഇനി ഫൈൻ അടച്ചിട്ട് നിങ്ങൾ കയറിയാൽ മതി. അഡ്മിഷൻ്റെ സമയത്ത് അച്ഛൻ്റെ ഫോൺ നമ്പർ തന്നതെന്നല്ലല്ലോ ഇപ്പോൾ കോൾ വരുന്ന സുഗന്യയ്ക്ക്. ഫോൺ നമ്പർ മാറിയോ? എന്നാൽ അച്ഛനോട് ഫോൺ നമ്പർ മാറി അതിൻ്റെ കാരണം പ്രൂഫും കൂടി അറ്റസ്റ്റ് ചെയ്ത ലെറ്റർ കൊണ്ടുവന്ന് ഓഫീസിൽ സബ്മിറ്റ് ചെയ്യാൻ പറയും കേട്ടോ. എന്നിട്ടേ സുഗന്യയ്ക്ക് വീട്ടിൽ നിന്നുള്ള കോൾ കണക്ട് ചെയ്ത് തരുള്ളൂ.